തത്വചിന്തയുടെ പ്രഭാഷണ പരമ്പരയിലെ 6-ാം ഭാഗം ആരംഭിക്കുമ്പോൾ സോക്രട്ടീസിന് മുമ്പുള്ള ഗ്രീക്ക് ചിന്തയിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സന്ദർഭമാണ് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രീസിനെ സംബന്ധിച്ചിടത്തോളം 5-ാം നൂറ്റാണ്ട് വളരെ സംഭവബഹുലമായ ഒരു കാലഘട്ടമായിരുന്നു. 5-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി എന്നുള്ളത് വളരെ സംഘർഷഭരിതമായ യുദ്ധങ്ങൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷമായിരുന്നു പൊതുവെ ഏതൻസിലും ചുറ്റുപാടുമുള്ള മറ്റ് നാട്ടുരാജ്യങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ 5-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലേക്ക് കടക്കുമ്പോഴേക്ക് യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക മാറ്റങ്ങൾക്കും സമൃദ്ധിയിലേക്കുള്ള പരിവർത്തനങ്ങളിലേക്കുമൊക്കെ ഏതൻസ് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമൃദ്ധി എന്നുള്ളത് വലിയ ഒരു പരിധിവരെ അടിമത്തം നിലനിന്നത് കൊണ്ട് കൂടി ഉണ്ടാക്കിയ ന്യൂനപക്ഷത്തിൻ്റെ സമൃദ്ധിയായിരുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം അന്ന് വലിയ ദാർശനികരും വലിയ ചിന്തകളും വലിയ ജനാധിപത്യ പ്രക്രിയകളെക്കുറിച്ചുള്ള സംവാദങ്ങളുമൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് അടിമത്ത വ്യവസ്ഥ ഒട്ടും സ്പർശിക്കാതെ അവിടെ നിലനിൽക്കുകയായിരുന്നു എന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ഈ സംവാദങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്നല്ലെങ്കിലും അടിമ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളെ മാറ്റി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ സാമ്പത്തിക സമൃദ്ധി ഒരു വശത്ത് ഉണ്ടാകുമ്പോൾ തന്നെ സാമൂഹികമായ അന്തരീക്ഷം വളരെ കലുഷിതമായിരുന്നു എന്ന് പല രീതിയിലും രേഖപ്പെടുത്തി നമുക്കിന്ന് ലഭ്യമാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി പറയാൻ കഴിയുന്നത് കടന്നൽ എന്ന ഒരു നാടകമാണ്. വാസ്പ്, കടന്നൽ എന്നുള്ളത് അരിസ്റ്റോഫെയിൻസിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടകം. ഗ്രീക്കിൽ മറ്റ് ഒട്ടനവധി പ്രശസ്തരായ നാടകകാരന്മാരും നാടകങ്ങളും പുരാതന ഗ്രീസിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ അരിസ്റ്റോഫെയിൻസിൻ്റെ ഈ കടന്നൽ എന്ന നാടകം കൂടുതൽ പ്രസക്തമാകുന്നത് യഥാർത്ഥത്തിൽ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന തത്വചിന്താപരമായിട്ടുള്ള ജ്ഞാനോദയപരമായിട്ടുള്ള മുന്നേറ്റവുമായി മാറ്റങ്ങളുമായി ചില സാദൃശ്യങ്ങളും ബന്ധങ്ങളും ഈ നാടകത്തിനും ഉണ്ട് എന്നതുകൊണ്ട് കൂടിയാണ്. കാരണം ഈ നാടകത്തിലെ കഥാപാത്രം, മുഖ്യ കഥാപാത്രവും എന്നുള്ളത് അച്ഛനും മകനും തന്നെയാണ്. ഈ അച്ഛനും മകനും തമ്മിലുള്ള സംവാദങ്ങളൊക്കെ തന്നെ നാടകത്തിലുടനീളം അച്ഛൻ വ്യവസ്ഥയെ പൂർണ്ണമായി പിന്തുണക്കുകയും മകൻ വ്യവസ്ഥയെ പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള തർക്കം മുന്നേറുന്നതാണ് നാടകത്തിലെ പ്രമേയം. ആ പ്രമേയത്തിന് എൻ്റെ ഉള്ളടക്കം നമ്മൾ കൂടുതൽ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ അതിലുപയോഗിക്കുന്ന ഭാഷ എല്ലാം തന്നെ, കടന്നൽ എന്നുള്ള പ്രയോഗം തന്നെ, ഒരുപക്ഷെ ഇന്നിപ്പം പാറ്റ, ഇന്നത്തെ ഈ പാറ്റ പാർട്ടി അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നതിന് നമുക്ക് പെട്ടെന്ന് ഒരുപക്ഷെ ഈ കടന്നൽ എന്ന നാടകം എവിടെയോ സ്വാധീനിച്ചോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം അന്നത്തെ ഈ കടന്നൽ എന്ന് പറയുന്ന അരിസ്റ്റോഫെയിൻസിൻ്റെ നാടകത്തിൽ ഈ കടന്നലുകളായി, ഈ കടന്നലിൻ്റെ കുത്ത് ഏറ്റുകഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്കറിയാലോ. അപ്പോൾ കടന്നലുകളായി സമൂഹത്തിലെ ഈ ദ്രോഹചിന്തകളെ അല്ലെങ്കിൽ മലിനമാക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ ഈ സാമ്പ്രദായിക മൂല്യവ്യവസ്ഥ അടിച്ചേൽപ്പിക്കുന്നവരെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു ജീവിയെ, ഒരു ജന്തുവിനെ വിഭാവനം ചെയ്തുകൊണ്ട് ഏതാണ്ട് 2500 കൊല്ലങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ BC 422 ആദ്യമായി ഈ നാടകം അവിടെ അരങ്ങേറിയത്. അപ്പോൾ അന്ന് തന്നെ ഈ രീതിയിലൊരു നാടകം അരങ്ങേറുകയും അതിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രമേയം ആവിഷ്കരിക്കുകയും ചെയ്തു എന്നതിലൂടെ നമുക്ക് അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം കൂടി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ചുറ്റുപാടുകൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന
സോഫിസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദം കൊണ്ട് പൊതുവെ പ്രതിദാനം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം തത്വചിന്തകർ അവിടെ ഉയർന്നു വന്നത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ആ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഏത് രീതിയിലുള്ള ഫങ്ഷനാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സാമൂഹികമായ ധർമ്മമാണ് അനുഷ്ഠിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ആ സാമൂഹിക അന്തരീക്ഷത്തിൽ ഏതൻസിലെ ഒരു വശത്ത് വലിയ സമൃദ്ധി നിലനിൽക്കുന്നു. ഈ സമൃദ്ധിയൊക്കെ നിലനിൽക്കുന്ന ഈ വിഭാഗത്തിനിടയിൽ അവരാണ് പൗരന്മാർ. ഇന്നിപ്പോൾ ഈ പൗരത്വ പ്രശ്നമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, പൗരത്വത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി ലോകത്ത് ഉരുത്തിരിഞ്ഞു വന്ന വളരെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശമാണ്. അപ്പോൾ ഈ പൗരത്വത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട സമൂഹം പ്രാചീന ഗ്രീസിലായാലും പ്രാചീന ഇന്ത്യയിലായാലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അവർക്ക് വോട്ടവകാശമല്ല, മുഖ്യധാരയിലേക്ക് സഞ്ചരിക്കാൻ പോലും പ്രവേശനാവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഇന്ത്യയെ മുൻനിർത്തി, കേരളത്തെ മുൻനിർത്തിയും നമുക്ക് പറയാൻ കഴിയും. അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പല രീതിയിൽ തീവ്ര വലതുപക്ഷം വംശീയ കേന്ദ്രിതമായി നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇപ്പോഴ് ഈ പ്രാചീന ഗ്രീസിലെ നവോത്ഥാന പ്രബുദ്ധത തത്വചിന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് പറയുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സോഫിസ്റ്റുകൾ എന്ന് പറയുന്ന ദാർശനികരെക്കുറിച്ച് നമ്മൾ ട്രഡീഷണലായ മിക്കവാറും പുസ്തകങ്ങളിലൊക്കെ അവരെ പരിചയപ്പെടുത്തുന്നത് സെയ്ജസ്, ആ കാലത്തെ സെയ്ജസ് ആയിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തത്തുല്യമായി ഇന്ത്യയിലും ചില പ്രതിഭാസങ്ങൾ കാണാൻ പറ്റും. കാരണം ഇന്ത്യയിലെ നവോത്ഥാനപരമായിട്ടുള്ള ജ്ഞാനോദയപരമായിട്ടുള്ള പ്രാചീന ഇന്ത്യയിലെ വലിയ ചടുലമായ പ്രസ്ഥാനം എന്നുള്ളത് ബുദ്ധനുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ബുദ്ധിസ്റ്റുകളെ ഈ മുനിമാരാക്കി സന്യാസിമാരാക്കിയൊക്കെ വിശദീകരിക്കുന്നതോടുകൂടി അതിൻ്റെ അർത്ഥം തന്നെ അറിയാതെ ചോർന്നു പോകുന്നു എന്നതുപോലെ തന്നെ പാശ്ചാത്യ തത്വചിന്തയുടെ ഈ ചരിത്രം എഴുതിയ പല ആളുകളും ഇവരെ സേജസ് എന്ന് വിശേഷിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന ആദ്യമായി ആധുനിക തത്വചിന്തയിലെ വലിയ ഗഹനമായ സംഭാവനകൾ നൽകിയ റസ്സലാണ്. റസ്സൽ പറയുന്നത് ഇവർ പ്രൊഫസർമാരായിരുന്നു എന്നാണ്. അന്നത്തെ പ്രാചീന ഗ്രീസിലെ പ്രൊഫസർമാരായിരുന്നു യഥാർത്ഥത്തിൽ സോഫിസ്റ്റുകൾ. കാരണം അവർ ഈ തത്വചിന്തയും അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രങ്ങളൊക്കെ അന്നത്തെ രീതിയിൽ പഠിക്കുകയും അത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവതരിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് അല്ലെങ്കിൽ ചില്ലറ വരുമാനം കൊണ്ട് ജീവിക്കുകയും ചെയ്ത ആളുകളാണ്. അത് ആധുനിക രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക സാമൂഹികാവസ്ഥയുമായി ചേർത്ത് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർ അന്നത്തെ പ്രൊഫസർമാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാക്കിങ്ങനെ മുനിയിൽ നിന്ന് അല്ലെങ്കിൽ ഋഷിയിൽ നിന്ന് പ്രൊഫസർ എന്നതിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്ന ഒരു മാറ്റം എന്നുള്ളത്, കിട്ടുന്ന ഒരു പരിവർത്തനം എന്നുള്ളത് നിസ്സാരമല്ലാത്ത ഒരു കാര്യമാണ്. കാരണം റസ്സലിനെ സംബന്ധിച്ചിടത്തോളം റസ്സൽ ഈ ഒരുപാട് കാര്യങ്ങൾ തിരുത്തിയ ഒരാളാണ്. ചരിത്രത്തിലുടനീളമുള്ള പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തിട്ടുള്ള റസ്സലിൻ്റെ ഒരു പ്രത്യേകത, പിന്നീട് റസ്സലിനെ നമ്മൾ കൂടുതൽ വിശദമായി പ്രതിപാദിക്കുന്ന പരമ്പരയുടെ ഭാഗമായി തീർച്ചയായും സന്ദർഭം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ആനുഷംഗികമായി സൂചിപ്പിക്കുകയാണ്, റസ്സൽ യഥാർത്ഥത്തിൽ അയാൾ ഫിലോസഫി ഒക്കെ പഠിക്കാൻ തന്നെ കാരണമായിട്ട് അയാൾ പറയുന്നത്, നമ്മൾ കാണുന്ന എല്ലാറ്റിലും അതിനെക്കുറിച്ച് എനിക്ക് സംശയമായിരുന്നു, അക്കങ്ങൾ ഒഴികെ. അക്കങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ശരിയാണ് എന്ന് അല്ലെങ്കിൽ ഉറപ്പാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണ് ഈ ദാർശനികമായ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചതെന്ന് പറയുന്നത്. അതുകൊണ്ട് റസ്സലിൻ്റെ ഈ സോഫിസ്റ്റുകളെക്കുറിച്ചുള്ള നാമകരണം തന്നെ വേറൊരു രീതിയിൽ നോക്കിയാൽ വിപ്ലവകരമാണ്. കാരണം ഇതിൻ്റെ സാമ്പ്രദായിക, കാരണം സോഫിസ്റ്റുകൾ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അതായിരുന്നു. കാരണം ഈ മതകേന്ദ്രിതമായിട്ടുള്ള ദൈവകേന്ദ്രിതമായ ചിന്തയിൽ നിന്ന്
യഥാർത്ഥത്തിൽ സാമൂഹ്യശാസ്ത്രപരമായ ഇടത്തിലേക്ക് തത്വചിന്തയുടെയും അതുപോലെ തന്നെ യുക്തിയുടെയും വസ്തുതയുടെയും ഒക്കെ ഈ പരിസരത്തിലേക്ക് ഈ അവിടുത്തെ അന്ന് പ്രബലമായ ചിന്തകളെ മാറ്റിപ്രതിഷ്ഠിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സോഫിസ്റ്റുകൾ ചെയ്തത്. സോഫിസ്റ്റുകളിൽ ഏറ്റവും പ്രബലനായ ദാർശനികൻ പ്രോട്ടഗോറസ് ആയിരുന്നു. പ്രോട്ടഗോറസ് ആണ് യഥാർത്ഥത്തിൽ ലാറ്റിൻ ഭാഷയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹോമോ മെൻസൂറ എന്ന പ്രയോഗം മുന്നോട്ട് വെക്കുന്നത്. ഹോമോ മെൻസൂറ എന്നുള്ളത് മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ എന്നുള്ളതാണ്. എല്ലാറ്റിൻ്റെയും മാനദണ്ഡം മനുഷ്യനാണ് എന്നുള്ളതാണ്. അത് മനുഷ്യനാണ് എന്നുള്ളത് ആന്ത്രോപ്പോമോർഫിക്കാണ്, അല്ലെങ്കിൽ മനുഷ്യകേന്ദ്രിതമാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിൻ്റെ വിശദീകരണം അദ്ദേഹം തന്നെ നൽകുന്ന വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, പ്രകൃതിയിൽ നൈസർഗികമായ കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രകൃതിദത്തമായി തന്നെ ഉണ്ടാവുന്ന, സമൂഹത്തിൽ ഉണ്ടാവുന്ന, വ്യക്തിയിലുണ്ടാവുന്ന, അതുപോലെ തന്നെ ജൈവികമായ നിലനിൽപ്പിലുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ അത് നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതോ ശീലിക്കുന്നതോ ഒന്നുമല്ല, അതങ്ങനെ ഉണ്ടാവുന്നതാണ്. ഒരാൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഉണ്ടാവുന്ന പ്രത്യേകതകൾ, ഒരു ചെടി വളർന്ന് വരുമ്പോൾ തന്നെ ഉണ്ടാവുന്ന പ്രത്യേകതകൾ, അതുപോലെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന മറ്റൊരുപാട് പ്രതിഭാസങ്ങൾ, അങ്ങനെ പ്രകൃതിദത്തമായിട്ടുണ്ടാവുന്ന, അതിന് ഫിസിക്സ് എന്നുള്ള വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. ഈ ഫിസിക്സ് അത് ഒരു വശത്ത് ഉണ്ടാവുന്ന തന്നെ, മറുവശത്ത് നമ്മളുടെ ശീലങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ടും നമ്മുടെ നിയമവ്യവസ്ഥ കൊണ്ടും സാമ്പ്രദായികം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സാമ്പ്രദായികം എന്ന് പറയുന്നത് എന്താ? അച്ഛൻ അങ്ങനെ ചെയ്തു, അച്ചാച്ചൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് മറ്റൊന്നുള്ളതുകൊണ്ടല്ല. അച്ഛൻ തല മുണ്ടനം ചെയ്തു, അതുകൊണ്ട് ഞാനും മുണ്ടനം ചെയ്യാണ്. അച്ഛൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ചാൽ അച്ചാച്ചനും അങ്ങനെ ചെയ്തു, അതുകൊണ്ട് അച്ഛൻ അതുപോലെ ചെയ്തു. അങ്ങനെ പിന്നോട്ട് പോവാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നൈസർഗികമല്ലാത്ത, പ്രകൃതിദത്തമല്ലാത്ത കാര്യങ്ങൾ മറുവശത്തുമായി രണ്ട് കാര്യങ്ങളായി നമ്മുടെ മൊത്തം വ്യവഹാരങ്ങളെ പ്രോട്ടഗോറസ് സമീപിക്കുകയും, ഇതിൽ നമ്മൾ എന്താണ് ഇത് ശരി, മറ്റത് തെറ്റ് എന്താണ്, ഇത് നല്ലതെന്താണ്, ഇത് ചീത്ത എന്താണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരകൾ എന്നുള്ളത്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ എന്ന രീതിയിലുള്ള അവതരണങ്ങൾ, അതാണ് ആ കാലത്ത് തന്നെ പ്രോട്ടഗോറസ് ചെയ്തത്. പ്രോട്ടഗോറസിനെ പരിഹസിക്കുന്ന എഴുത്തുകളുമുണ്ട്. കാരണം പൈസ വാങ്ങി ഈ പണി ചെയ്ത ആൾ എന്നുള്ള അർത്ഥത്തിൽ. അത് ചെയ്യാനുള്ള ഒരു പ്രത്യേക അന്തരീക്ഷം അവിടെ വേറെയും ഉണ്ടായിരുന്നു. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഫ്ലുവൻസിലേക്കൊക്കെ കടക്കുമ്പോൾ, ഈ സാമ്പത്തികമായുള്ള സമൃദ്ധിയിലേക്കൊക്കെ കടക്കുമ്പോൾ ആളുകൾ തമ്മിൽ വാക്കേറ്റങ്ങളും കേസും വഴക്കും വക്കാണൊക്കെ വർദ്ധിച്ചു വരും. കാരണം ഈ സ്വത്ത് എൻ്റെതാണ്, ആ സ്വത്ത് നിൻ്റേതാണ്, ഇങ്ങനെ പല രീതിയിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാണല്ലോ മിക്കവാറും. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മിക്കവാറും അന്നും ഇന്നും സമൂഹത്തിലുള്ള കേസുകളിൽ വലിയൊരു ഭാഗം സാമ്പത്തിക താല്പര്യവുമായി കെട്ടുപണഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളും വഴക്കുകളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ സമൂഹത്തിൽ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ശിഥിലമാവുകയും സ്പർദ്ധ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാനിടയായ. അപ്പോൾ അതിന് ഒരു മറുമരുന്ന് എന്ന നിലയിലാണ് പ്രോട്ടഗോറസ് ഈ ഒരു തത്വചിന്താപരമായ ആവിഷ്കാരം മുമ്പോട്ട് വെക്കുന്നത്. അതായത് നിങ്ങളുടെ ശരി എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നതാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ കരുതുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ചൂടുള്ള വസ്ത്രം വേണം എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ഫീൽ കോൾഡ്, അല്ലേ? നിങ്ങൾക്ക് തണുപ്പ് തോന്നുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് തണുപ്പ് തോന്നുന്നതുകൊണ്ടാണ് എനിക്കൊരു ചൂടുള്ള പുതപ്പ് തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ചൂടുള്ള പുതപ്പോ ചൂടുള്ള ഷർട്ടോ ആവശ്യപ്പെടുന്നത് എനിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നതാണ്. തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ഈ തണുപ്പൊന്നും ഒരു ബാധകയായിരിക്കില്ല. ഇത് സ്പർശിക്കണമെന്നില്ല. അയാൾക്ക് പുതപ്പിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല. അത് അയാൾക്ക് ആവശ്യമില്ല, എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ ആവശ്യം എന്നുള്ളത് എൻ്റെ ശരീരവും എൻ്റെ ചിന്തയും എൻ്റെ ശീലവും എൻ്റെ യുക്തിയും, ഇങ്ങനെ ഇതൊക്കെ കൂടി ചേർന്ന വ്യവഹാരത്തിനകത്ത്, ഇന്നിപ്പോൾ ആധുനിക രീതിയിൽ ഫുക്കോനൊക്കെ ശേഷം നമ്മൾ പറയുന്നത് ഡിസ്കോഴ്സ് എന്നാണ്. ഡിസ്കോഴ്സിനകത്ത് രൂപപ്പെടുന്നതാണ്.
അന്ന് ആ രീതിയിൽ ഭാഷ ഉപയോഗിച്ചില്ലെങ്കിലും മറ്റൊരു രീതിയിൽ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഈ പ്രോട്ടഗോറസ് തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ ദൈവത്തിൽ നിന്ന് ഈ ഇത്തരം കാര്യങ്ങൾ എടുത്തു മാറ്റി സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പം സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഭാഷയാണ്. ഭാഷ എന്നുള്ളത് ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതിൻ്റെ അർത്ഥോൽപാദനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരേ കാര്യം തന്നെ പല രീതിയിൽ ഉപയോഗിക്കാം, പല അർത്ഥങ്ങൾ, പല അർത്ഥതലങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഒരേ വാക്കിന് തന്നെ പല രീതിയിലുള്ള അർത്ഥം ദ്യോതിപ്പിക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോട്ടഗോറസ് മുന്നോട്ട് വെക്കുക. അപ്പോൾ അദ്ദേഹം ഭാഷ എന്നുള്ളതിനെ ഭാഷയുടെ സവിശേഷമായ സ്വഭാവത്തോട് മാത്രമല്ല ചേർത്ത് വെക്കുന്നത്, അതോടൊപ്പം നമ്മുടെ കൊഗ്നീഷൻ ഇന്ന് പറയുന്നത്, ഇന്ന് കൊഗ്നേറ്റീവ് സയൻസ് എന്നുള്ളതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക ശാഖയാണ്. അപ്പോൾ ഈ അറിവ് എന്നുള്ള ഒരു പ്രക്രിയ, അത് രൂപപ്പെടുന്നത്, അത് വികാസം പ്രാപിക്കുന്നത്, അത് ആന്തരവൽക്കരിക്കുന്നത്, ഇത്തരം പ്രക്രിയകളുമൊക്കെ ആയി ചേർത്ത് വേണം നമ്മൾ സമീപിക്കാൻ എന്നുകൂടി പ്രോട്ടഗോറസ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പ്രാചീന ഗ്രീസിലെ ക്രിസ്തുവിന് മുമ്പുള്ള 5-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള നവോത്ഥാനപരവും ജ്ഞാനോദയപരവുമായിട്ടുള്ള ചിന്തകളുടെ, അപ്പോൾ ഈ ജ്ഞാനോദയപരം എന്നുള്ളത് എൻലൈറ്റൻമെൻറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്കറിയാം എൻലൈറ്റൻമെൻറ്റ്, നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ എൻലൈറ്റൻമെൻറ്റിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ശ്രീനാരായണ ഗുരു ഒക്കെ അറിവിനെ പറ്റി പറയുന്നതും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേരളത്തിൽ വികസിച്ചു വന്നിട്ടുള്ള സംവാദങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുക. അത് വളരെ ലേറ്റർ പീരീഡ് അല്ലേ, നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ പിൽക്കാലത്തുള്ള. പക്ഷേ മുമ്പ് തന്നെ ഭാരതത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ബുദ്ധനിൽ തന്നെ തുടങ്ങുന്നുണ്ട്. ബുദ്ധൻ്റെ അനുയായികളിൽ ഒരുപാട് ആളുകൾ ഈ ജ്ഞാനോൽപാദന പ്രക്രിയയുടെ ഭാഗമായി തന്നെ ബോധിസത്വന്മാരായി നാട്ടിൽ മുഴുവൻ സഞ്ചരിക്കുകയും ഇത്തരത്തിലുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിപ്പം ആശാൻ്റെ ചണ്ടാല ഭിക്ഷുവിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ബുദ്ധ സന്യാസിയാണല്ലോ പറയുന്നത്, വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നതും അവിടെ ജാതിയല്ല പ്രശ്നം, വെള്ളമാണ് പ്രശ്നം, മനുഷ്യൻ്റെ ദാഹമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കുമാരനാശാൻ അങ്ങനെ ഒരു സിംബോളിക്കായിട്ടുള്ള ബുദ്ധിസ്റ്റായിട്ടുള്ള ഒരാളെ തന്നെ അവിടെ കൊണ്ടുവന്നത് അന്നത്തെ ഒരു ചരിത്രപരമായിട്ടുള്ള സാഹചര്യം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആനുഷികമായി ഈ കാര്യം കൂടി ഞാൻ ചേർത്ത് വെച്ചത്, നവോത്ഥാനം അല്ലെങ്കിൽ ജ്ഞാനോദയം എന്നൊക്കെ പറയുന്നത് ഈ പല ഘട്ടങ്ങളിലും പല രീതിയിൽ ആവിർഭവിച്ചിട്ടുണ്ട് എന്നും കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സോഫിസ്റ്റ് ചിന്തകരായിട്ടുള്ള പ്രോട്ടഗോറസിനെ പോലുള്ള അല്ലെങ്കിൽ ഗോർജിയാസിനെ പോലുള്ള ചിന്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തയെ ഒരു പുതിയ വിധാനത്തിലേക്ക് കൊണ്ടുവന്ന, സോക്രട്ടീസിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ദാർശനികരാണ്. അവർ തെരുവിൽ അലഞ്ഞു തിരിക്കുക. അതുകൊണ്ട് ഇവരെ വേണമെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ പ്രൊഫസർമാർ എന്ന് പറയാം. കാരണം വാണ്ടറിങ് സെയിൻസ് എന്നൊക്കെ പറയുന്നതിനും രീതിയിൽ ആണ് പറയുന്നതെങ്കിലും, വാണ്ടറിങ് എന്നുള്ളത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ നമ്മൾ തെണ്ടികൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ തെണ്ടി അല്ലെങ്കിൽ പെറുക്കി, ചെറ്റ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഈ വളരെ ഫ്യൂഡലായിട്ടുള്ള കൊണോട്ടേഷൻസാണ് ഉള്ളത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് തെണ്ടി ജീവിക്കാൻ ആണ് മനുഷ്യൻ ചെയ്യുന്നത്. തെണ്ടി ഏറ്റാണ് അവനവന് വേണ്ട ആഹാരമൊക്കെ ശേഖരിക്കുന്നത്, പെറുക്കി എടുത്തിട്ടാണ് ഇത് ശേഖരിക്കുന്നത്. അപ്പോൾ നമ്മൾ തെറിവാക്കായി ഫ്യൂഡൽ കാലത്ത് ഉപയോഗിച്ചു പിന്നീട്. കാരണം ജന്മിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരുന്നിടത്ത് ഭക്ഷണം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പത്തായം പെറുന്നത് കാരണം അവർ തെണ്ടികൾ, പെറുക്കികൾ, ചെറ്റകൾ എന്നൊക്കെ ഈ ചെറ്റകളിൽ അധിവസിക്കുന്നതും അതുപോലെ തെണ്ടിയും പെറുക്കിയൊക്കെ ഭക്ഷണം കഴിക്കുന്നതും മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഭാഷ എന്നുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാഷക്കകത്ത് ഒരു തരത്തിലുള്ള വർഗ സംഘർഷം എക്കാലത്തും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. വളരെ മൗനമായി ആളുകൾ പലതും സ്വീകരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായി അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക്, അതിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഗതികൾ കൂടി. അതുകൊണ്ടാണ് റസ്സൽ ഇത്തരം ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തി എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്നത്. സ്ത്രീകളൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് വരും റസ്സൽ തന്നെ നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പ്രോട്ടഗോറസിനെ സംബന്ധിച്ചിടത്തോളം
പ്രോട്ടഗോറസ് മുന്നോട്ട് വെച്ച ചിന്തയുടെ തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിൽക്കാലത്ത് വളരെ പ്രശസ്തമായി തീർന്നിട്ടുള്ള പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ പ്രായോഗികവാദം എന്നുള്ളത് പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ പ്രയോജനമുള്ളതൊക്കെ ശരി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതൊരു ഡീപ്പായിട്ടുള്ള വളരെ സാധ്യതയുള്ള ഒരു തത്വചിന്ത എന്ന നിലയിലാണ്. അത് തന്നെയാണ് പ്രോട്ടഗോറസ് മുന്നോട്ട് വെച്ച്. കാരണം നിങ്ങൾക്ക് തണുപ്പിന് ചൂട് ഉള്ള വസ്ത്രം വേണം, നിങ്ങൾക്ക് ഭക്ഷണം നിഷേധിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടണം, നിങ്ങൾക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അപ്പം കോടതി, പ്രത്യേകിച്ച് അന്നത്തെ ഒരു കോടതി എന്നുള്ളത് വലിയ പ്രത്യേക രീതിയിൽ, കാരണം ഏതൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധാനന്തരം വലിയ മാറ്റങ്ങളും ഒക്കെ വന്നപ്പോൾ അവർ ജനാധിപത്യം പരിശീലിക്കാൻ, ഈ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ആർക്കാണ്, നമ്മളെ ഈ ഭൂപരിഷ്കരണം കൊണ്ട് പറഞ്ഞ പോലെ ഭൂപരിഷ്കരണമൊക്കെ നമ്മൾ നടപ്പിലാക്കുന്നത്, പക്ഷേ ആദിവാസികൾ എന്നുള്ള ഒരു മനുഷ്യ വിഭാഗം നമ്മളെ സങ്കല്പത്തിലോ ദൃഷ്ടിപഥത്തിലോ പിന്നെ ചുറ്റുവട്ടത്തോ കാണാത്ത രീതിയിലായി പോയി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ആണല്ലോ ഇത്രമാത്രം കോളനികളും ഇത്രമാത്രം അധസ്ഥിതാവസ്ഥയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ചില സാമൂഹ്യപരമായ മുന്നേറ്റങ്ങൾക്കുള്ള ഒരു ദുരന്തം അതാണ്. ഈ മുന്നേറ്റം എന്നുള്ളത് എപ്പോഴും നല്ലതായിരിക്കും, പക്ഷേ അത് പിന്നിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും കരകയറാത്ത രീതിയിലേക്ക്, ഇപ്പം വലിയൊരു കടൽ തീരത്ത് വലിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ അത് വലിയൊരു പ്രോജക്റ്റായിട്ട് ഒരുപാട് കാലം ചരിത്രത്തിൽ വാഴ്ത്തപ്പെട്ടേക്കാം, പക്ഷേ അതിൻ്റെ ഭാഗമായി നിഷ്കാസിതരാകുന്ന മനുഷ്യർ, വലിച്ചെറിയപ്പെടുന്ന മനുഷ്യർ, ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യർ, അവർ പുറമ്പോക്കുകൾ പിന്നീട് പല തലമുറകളായി ഒരു പക്ഷേ ജീവിക്കേണ്ടി വന്നേക്കാം. കാരണം അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുകയാണ്, അവരുടെ ജീവിതത്തിലെല്ലാമായിട്ടുള്ള ക്രയവിക്രയങ്ങളും ഇടപാടുകളും എല്ലാം തന്നെ തകർന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്ന അറ്റ് ദ കോറാണ്. വേറെ രീതിയിൽ നോക്കിയാൽ ഈ വർഗത്തിനകത്ത് ഈ ഗാർഡിയൻ ക്ലാസ് എന്നാണല്ലോ പറയുന്നത്. ഗാർഡിയൻ ക്ലാസ്, അതായത് രക്ഷാകർത്തൃത്വം. ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള വലിയൊരു പ്രശ്നം ഈ രക്ഷാകർത്തൃത്വമാണ്. ഈ ഗാർഡിയൻ ക്ലാസ് എന്ന് പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സൈദ്ധാന്തികരൊക്കെ വിശേഷിപ്പിക്കുന്ന അന്നത്തെ ഈ ഗാർഡിയൻ ക്ലാസ്സിനകത്ത് ജനാധിപത്യം പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവർ തിരഞ്ഞെടുത്തത് പലപ്പോഴും നറുക്കെടുപ്പിലൂടെയാണ്. കാരണം നറുക്കെടുക്കുമ്പോൾ നമ്മളിപ്പോൾ 4-5 ആളുകൾ ഇരുന്ന് ആരാണ് നാളെ പ്രസിഡൻ്റ് ആവേണ്ടത്, അല്ലെങ്കിൽ നാളത്തെ കാര്യം ആരാണ് നോക്കേണ്ടത് എന്ന് നറുക്കിടാം എന്ന് പറഞ്ഞാൽ ബൈ ലോട്ടാണത്. ചാൻസാണ്, ആർക്കും കിട്ടാം. അപ്പം എല്ലാവരും തുല്യരാണ് അവിടെ. പിന്നെ ഇന്നയാളാണോ മറ്റേ ആളാണോ എന്നുള്ളത് തർക്കമില്ല, യാതൊരു തർക്കത്തിനും പ്രസക്തിയില്ല. അപ്പോൾ അവിടെ ആർക്കും ചാൻസ് ഉണ്ട്, കാരണം നറുക്കെടുക്കുകയാണ്. അപ്പോൾ ആ നറുക്കെടുപ്പിലൂടെ പിന്നെ സതീശൻ വരണോ, അല്ലെങ്കിൽ വേണുഗോപാലൻ വരണോ, അല്ലെങ്കിൽ രമേശൻ വരണോ, അല്ലെങ്കിൽ വേറൊരാൾ വരണോ എന്നുള്ളത്, കാരണം 5 ആളുകൾ ഇവിടെ ഇരിക്കുകയാണ് പ്രധാനപ്പെട്ട ഇതിന് പറ്റുന്നത്. അപ്പോൾ ഈ 5 ആളുടെ പേരും നറുക്കെടുത്ത് ഒരു ആളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ വലിയ സിസ്റ്റമാണ്. ഉദാഹരണമായി രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗ്രീക്ക് പൊളിറ്റിക്കൽ തിയറി എന്നുള്ളത്, രാഷ്ട്രീയ സിദ്ധാന്തം എന്നുള്ളത്. കാരണം ഇത് അടിമകൾ ഒഴിവാക്കി എന്നുള്ളത് ആവർത്തിച്ച് പറയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെ. മറുവശത്ത് നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള വരേണ്യവർഗത്തിനിടയിൽ നടന്നിട്ടുള്ള പ്രയോഗങ്ങളും അതുപോലെ സൈദ്ധാന്തികമായിട്ടുള്ള മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റ് പല ഉൾക്കാഴ്ചകളും ദീർഘകാലം അതിൻ്റെ പ്രതിഫലനം നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ പ്രയോഗവാദം എന്ന് പറയുന്ന, പിന്നീട് ജോൺ ഡി വിയുടെ ശിഷ്യനായിരുന്നല്ലോ അംബേദ്കർ. ജോൺ ഡി വി ഒക്കെ ലോകത്ത് തന്നെ അറിയപ്പെട്ടത് പ്രാഗ്മാറ്റിക് ഫിലോസഫി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയുടെ ആദ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ഡെമോക്രസി ആയിരുന്നു. അപ്പം അതായത് ജനാധിപത്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രായോഗിക മണ്ഡലത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് അവിടെ വികസിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാതെയാണ് നമ്മൾ പലപ്പോഴും പ്രാഗ്മാറ്റിസത്തൊക്കെ ലളിതവൽക്കരിച്ചും ന്യൂനീകരിച്ചും അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ഏൻഷ്യൻ്റ് ഗ്രീസിനെ സംബന്ധിച്ചിടത്തോളം, ഏതൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടഗോറസ് മുന്നോട്ട് വെച്ച ഈ ഒരു ചിന്ത, പ്രയോജനവാദം എന്ന് പറയുന്ന, പ്രായോഗികവാദം എന്ന് പറയുന്ന, അവിടെ വാട്ട് വർക്ക്സ്, എന്താണോ പ്രവർത്തിക്കുന്നത്, എന്താണോ പ്രവർത്തിക്കേണ്ടത്, എന്താണോ
യുക്തമായി തീരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ആ കാലത്ത് അന്നത്തെ പരിമിതമായ സാമൂഹിക അന്തരീക്ഷത്തിനകത്ത് ചർച്ച ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നത് ഈ വാണ്ടറിങ് ഫിലോസഫി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കൂടിയാണ്. കാരണം അവർ ചുറ്റിക്കറങ്ങി ഫിലോസഫി പഠിപ്പിക്കുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ അത് ആ കാലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വൈദ്യന്മാരൊക്കെ വീട്ടിൽ പോവുകയാണ് ചെയ്തിരുന്നത്. അത് എല്ലാ വിഭാഗങ്ങളേക്കും ഒരു വൈദ്യരല്ല എന്ന് മാത്രം. അതിൻ്റെ ജാതി വർഗ ഘടനകൾ അനുസരിച്ച് വ്യത്യാസമുണ്ടെങ്കിലും വൈദ്യരൊക്കെ വീടുകളിൽ പോയി ചികിത്സിക്കുമായിരുന്നു. മാത്രമല്ല അവർക്കന്ന് കാശൊക്കെ കൊടുക്കുന്നത് വളരെ സ്വകാര്യത്തിൽ ഈ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഞാനൊക്കെ കൃത്യമായി ഓർക്കുന്ന ഒരു സന്ദർഭമാണത്. കാരണം ഇതെന്തോ രഹസ്യമായിട്ടാണ് വാങ്ങേണ്ടത്. കാരണം മുതലാളിത്തത്തിൻ്റെ ഫ്യൂഡൽ മൂല്യ വ്യവസ്ഥയിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ പോലും ഇതുപോലെ ചികിത്സിക്കുന്ന ഈ വൈദ്യന്മാരൊക്കെ തന്നെ അവർ ഈ വീട്ടിലേക്ക് വന്നിട്ട് കൂലി വാങ്ങുന്നത്, അതിനുള്ള ഒരു പ്രതിഫലം വാങ്ങുന്നത് വളരെ രഹസ്യമായി കയ്യിൽ ഒരു സന്തോഷത്തിനെന്ന് പറഞ്ഞ് വെച്ചു കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ മാർക്സൊക്കെ പിൽക്കാലത്ത് ഈ ചികിത്സയൊക്കെ ഈ ഡോക്ടർമാരും വക്കീലുമാരും ഒക്കെ കച്ചവടക്കാരായി മാറുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് ഇത് കുറ്റകരമായി തോന്നിയിരുന്നു ആളുകൾ. അതുകൊണ്ട് അന്നത്തെ ഒരു കാലത്ത് ഈ പൈസ വാങ്ങി ഈ തത്വജ്ഞാനം നൽകുന്നത് ആളുകൾക്ക് നൽകിയിരുന്നത് അവർ ഈ വ്യവസ്ഥക്കകത്ത് അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, മാന്യമായി ജീവിക്കണമെങ്കിൽ അവർക്ക് തർക്കിക്കാനുള്ള കഴിവ് വേണം. അതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ്. നിങ്ങൾക്ക് തർക്കിക്കാൻ കഴിയണം. നിങ്ങളിപ്പം ആളുകളുമായി ഈ കോടതിയിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പം ഈ ഇതിൽ പ്രോട്ടഗോറസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുമായി തർക്കിച്ച ഒരു സംഭവം പറയുന്നുണ്ട്. ഇപ്പം കോടതിയിൽ പോയി കഴിഞ്ഞാൽ ജയിച്ചാൽ നീ ആ കിട്ടുന്ന ആ പൈസ എനിക്ക് തരണം എന്ന് പറഞ്ഞ് തർക്കിച്ചത്, തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൻ്റെ ഫലമായി പൈസ കൊടുക്കില്ല എന്ന് വാദിച്ചത്, എന്തുകൊണ്ട് കൊടുക്കില്ല എന്ന് വാദിച്ചത് ഒക്കെ ഉദാഹരണമായി നേരത്തെ തന്നെ ഈ സോഫിസ്റ്റുകളെക്കുറിച്ചുള്ള പ്രാചീന ഗ്രീക്ക് ചരിത്രങ്ങൾ പ്രതിപാദിക്കുന്ന കൃതികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ തർക്കം എന്നുള്ളത്, അന്നത്തെ കാലത്തുള്ള തർക്കം എന്നുള്ളത് ജ്ഞാനോദയപരമായ ഒരു ഇടപെടലുമായിരുന്നു. അതേസമയം അറിവ് എന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു ഡ്യൂട്ടി എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഒരു തൊഴിൽ എന്ന നിലയിലും. കാരണം തൊഴിൽ എന്ന നിലയിൽ ഈ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാവുന്ന സ്കൂളുകളൊക്കെ പിന്നീട് അവിടെ വികാസം ഭാവിക്കുന്നുണ്ട്. അതിലേക്ക് അടുത്ത ലക്കങ്ങളിൽ ഞാൻ പ്രവേശിക്കാമെന്നാണ് കരുതുന്നത്. അങ്ങനെ സ്കൂളുകൾ ആ രീതിയിലുള്ള ഇന്നത്തെ വ്യവസ്ഥാപിത വിദ്യാഭ്യാസം രൂപപ്പെടാത്ത കാലത്ത് യഥാർത്ഥത്തിൽ ഈ ഒരു ട്രെൻഡ് എല്ലാവർക്കും ഇടയിൽ പോയി, സമൂഹത്തിലേക്ക് പോയി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ആ പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് നൽകുന്ന വിവരത്തിന് അവരോട് കൂലി ചോദിക്കുന്ന, അല്ലെങ്കിൽ കൂലി ലഭിക്കുന്ന ഒരു പ്രക്രിയ എന്ന രീതിയിൽ പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് ഈ പറയുന്ന സോഫിസ്റ്റുകളുടെ കാലം എന്നുള്ളത്. അതുകൊണ്ട് സോഫിസ്റ്റുകൾ യഥാർത്ഥത്തിൽ തത്വചിന്തയിൽ നടന്നിട്ടുള്ള ഇടപെടലുകളുടെ ഒരു സാഹചര്യം, ഭൗതിക സാഹചര്യം നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ കാലത്തുള്ള ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു നാടകം എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് ഈ കടന്നൽ എന്നുള്ള, വാസ്പ് എന്നുള്ള അരിസ്റ്റോഫെയിൻസിൻ്റെ നാടകമാണ്. ആ നാടകത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ തന്നെയുള്ള തർക്കങ്ങളും അതിൻ്റെ അന്തരീക്ഷവുമൊക്കെ നമുക്ക് പ്രോട്ടഗോറസിൻ്റെ തത്വചിന്ത വായിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും പ്രോട്ടഗോറസും സോഫിസ്റ്റുകളും നൽകിയിട്ടുള്ള ഈ ജ്ഞാനോദയപരമായ തത്വചിന്തയുടെ തുടർച്ചയിലാണ് അടുത്ത ലക്കത്തിൽ ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സോക്രട്ടീസ് എന്ന് പറയുന്ന ആദ്യത്തെ തത്വചിന്തയിലെ രക്തസാക്ഷി യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.